ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്ക് കാണാം. രാവിലെ 6 മണിയായി. 6 ഓഫ് ആണ് ഇപ്പോൾ ഇവിടെ പോർട്ടിലാണുള്ളത്. നിക്കഡോർ തന്നെ ഒരു സെക്കൻഡ് പോർട്ടിലാണിപ്പോൾ. ഇവിടെ ഒരു 2-3 പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു സെക്കൻഡ് പോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. 6 ഓഫ് ആയതുകൊണ്ട് ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാവണില്ല. രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് കയറാൻ പോവാണ്. ഡ്യൂട്ടിക്ക് കയറി ഞാൻ താഴെ പോയിട്ട് നമുക്ക് ചായ എടുക്കാൻ പോവാം. ഹായ് പോൽ ഈ കാണുന്നയാൾ എൻ്റെ കൂടെ ഇതിനു മുന്നേ സെയിൽ ചെയ്തിട്ടുള്ളതാട്ടോ എൻ്റെ പ്രീവിയസ് കമ്പനിയിൽ. എനിക്ക് ചായ ഇങ്ങനെ ബീറ്റ് ചെയ്യാണ്ട് എടുക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ചായ നല്ല അടിച്ച് എടുക്കത്തുള്ളൂ. ചായ റെഡി കൊള്ളല്ലേ? വയ്യ താഴേക്ക് പോവാം. യെസ്, ഇതാണ് പോർട്ട്. ഇതൊരു റിവർ പോർട്ടാണ്. ഡെക്കിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ഡ്യൂട്ടിക്ക് ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫുൾ ഡെക്ക് റൗണ്ടൊക്കെ എടുക്കും. എങ്ങനെയാണ് സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യും. റോപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ടൈഡിനും അല്ലെങ്കിൽ അതനുസരിച്ചൊക്കെ ആണോ എന്നൊക്കെ പോയി ചെക്ക് ചെയ്യണം. അവിടെ തൊട്ട് ബാക്കിലൊരു ഷിപ്പ് കൂടെ കിടക്കുന്നുണ്ട്. ഒരു കാർഗോ ഓപ്പറേഷൻസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെയൊക്കെ ഉള്ളൂ. അധികം നിങ്ങളെ കാണിച്ചത് ബോറടിപ്പിക്കേണ്ട. ഞാൻ ചുറ്റൊന്ന് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് സംഭവങ്ങളെന്നൊക്കെ ഉള്ളത്. ഇതാണ് ഷിപ്പിൻ്റെ ആഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഷിപ്പിൻ്റെ പുറകുവശം എന്ന് പറയുന്നത്. ഇത് ഈ കാണുന്ന വലിയ റോപ്പുകളാണ് ഷിപ്പിനെ പിടിച്ച് കെട്ടി നിർത്തണേ. കണ്ടോ, 2 ഡ്രം റോപ്സ് ഉണ്ടാവും ഒരു സൈഡിൽ ഇതുപോലെ വേറെ 2 ഡ്രമ്മിലുള്ള റോപ്പ് ഉണ്ടാവും. 2 ലൂസ് റോപ്പ് ഉണ്ടാവും. അതൊക്കെ വെച്ച് ആണ് കെട്ടി നിർത്തുന്നത്. കണ്ടോ, ഇതാണ് ഷിപ്പിൻ്റെ ഫണൽ. അതുപോലെ തന്നെ ഷിപ്പിൻ്റെ ഹാഫ് സൈഡ്. ലൈഫ് ബോട്ട് ഇതാണ്. ഫ്രീ ഫോൾ ലൈഫ് ബോട്ടാണ്. ഒരു 26 പേർക്കുള്ള കപ്പാസിറ്റി ഉണ്ട്. 1-2 ദിവസം കൊണ്ട് മുന്നോട്ട് പോകും. നോർമലി ഇവിടെ 2 ദിവസം ഉള്ളൂ. നമ്മൾക്ക് കാർഗോ കംപ്ലീറ്റ് ഇവിടെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോർട്ട് നമുക്ക് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഇപ്പോൾ കണ്ട പോലത്തെ 5 വലിയ ഹാച്ച് ഉണ്ട് ഇവിടെ, ഹോൾഡ് ഉണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മൾ കാർഗോ ഒക്കെ കയറ്റി കൊണ്ടുപോകുന്നത്. ഇതുപോലെ 5 എണ്ണം ഉണ്ടാവും. ഇവിടങ്ങളിലൊക്കെ എപ്പോഴും കുറച്ച് മഴയുടെ ലക്ഷണങ്ങൾ കൂടുതലാണ്. എപ്പോഴാണെങ്കിലും മഴ ഉണ്ടാവാം ഈ സൈഡിലൊക്കെ. നമുക്ക് ഒരു പനാമ, ഇക്വഡോർ, ചില്ലി, പെറു ഈ ഒരു സൈഡിലൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ഏത് സമയത്തും മഴയൊക്കെ ഉണ്ടാവും. ഇതാണ് ഫോർവേഡ്. നമ്മൾ ആഫ്റ്റിൽ ഷിപ്പിൻ്റെ പുറവശത്ത് ഷിപ്പിനെ കെട്ടി നിർത്തുന്ന പോലെ തന്നെ ഷിപ്പിൻ്റെ ഫോർവേഡ് സൈഡിൽ ഫ്രണ്ടിലും ഇതുപോലെ തന്നെ വലിയ വലിയ റോപ്പുകൾ വെച്ചിട്ട് ഷിപ്പിനെ കെട്ടി നിർത്തും. ഇതാണ് ഷിപ്പിൻ്റെ ആങ്കർ, അല്ലെ ഷിപ്പിനെ പിടിച്ച് നിർത്തുക എന്നൊക്കെ പറയുന്നത്. ഷിപ്പിൻ്റെ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന സാധനമാണിത്. 2 സൈഡിലുണ്ടാവും. ഒന്ന് പോർട്ട് സൈഡിലും സ്റ്റാബോർഡ് സൈഡിലും ഉണ്ടാവും. 2 സൈഡിലുണ്ട് കേട്ടോ. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഭയങ്കര കാണാൻ പറ്റുമോ നോക്കട്ടെ. യെസ്, കഴിഞ്ഞ പോർട്ടിനെ അപേക്ഷിച്ച് ഈ പോർട്ട് കുറച്ചുകൂടെ അടുത്താണ് സിറ്റിയും. അത്യാവശ്യം നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ പോകണമെങ്കിലും പുറത്ത് പോകണമെങ്കിൽ ഇവിടെ കുറച്ച് അത്യാവശ്യം അടുത്താണ് സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അധികം നടക്കാനൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ പോർട്ടിൽ ഞാൻ ജസ്റ്റ് പുറത്ത് പോയപ്പോഴാണെങ്കിലും കുറച്ചധികം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ അടുത്താണ്. ഇന്നും ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പുറത്ത് പോകണമെന്ന്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകാം. കാരണം ഒന്നും അൺഎക്സ്പെക്റ്റഡ് ആണ് ഇവിടെ. കാരണം എപ്പോഴാണ് എന്താണ് കാര്യങ്ങൾ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കണമെന്ന് വരില്ല. എന്തെങ്കിലും ഇൻസ്പെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരും കറക്റ്റ് ടൈം ആകുമ്പോൾ. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്ത് വെച്ച കാര്യങ്ങളൊന്നും പലതും നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പലർക്കും ഞാൻ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ മനസ്സിലാവാറില്ല. കാരണം ഷിപ്പിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പം പുറത്ത് ആദ്യമായിട്ട് കാണുന്നവർക്കൊന്നും മനസ്സിലാവത്തില്ല.
കാരണം ഞാൻ ഈ പറയുന്ന പോലെ ഷിപ്പിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. മുൻവശത്തിന് നമ്മൾ ഫോർവേഡ് എന്നൊക്കെ നോർമലി പറയുന്ന പോലെ ഫോർവേഡ്, ആഫ്റ്റ്, പിന്നെ അതുപോലെ ഓരോ സൈഡിന് ഇടതുവശമാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ പോർട്ട് സൈഡിൽ നിന്നും, റൈറ്റ് സൈഡ് ആണെങ്കിൽ സ്റ്റാർബോർഡ് സൈഡിൽ നിന്നും ആണ് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സമയത്താണെങ്കിലും ഞാനും അങ്ങോട്ട് ഓർക്കാണ്ട് ഇതേ രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ ആൾക്കാർ ഓർക്കും, കണ്ടുകൊണ്ടിരിക്കുന്നവർ ഓർക്കും ഇതെന്താ സ്റ്റാർബോർഡ് സൈഡ് പോർട്ട് സൈഡ് എന്നൊക്കെ പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഞാനും ഓർക്കാണ്ട് പറഞ്ഞു പോകണം കേട്ടോ. പിന്നെ പല കാര്യങ്ങളും ഇപ്പോൾ ഐഷു എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്തൊക്കെയാണ് പറയണേന്ന് അവർക്ക് തന്നെ മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം ബാക്കിയുള്ളവർക്കും എങ്ങനെയാണ് മനസ്സിലാവണേ. അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തോർത്ത് പറഞ്ഞുതരാം. നല്ല രസമുണ്ടല്ലേ. ഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ സൺസെറ്റും സൺറൈസും നല്ല അടിപൊളിയായിട്ട് എല്ലാ ദിവസവും കാണാം. മോസ്റ്റ്ലി എന്താ പറയുക, രാവിലെ അറ്റ് സീയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ സൺറൈസും വൈകുന്നേരത്തെ സൺസെറ്റും ഒക്കെ നല്ല രസമാണ്. എല്ലാ ദിവസവും കുറച്ച് നേരം ഒരു കോഫി വയ്ക്കോ അല്ലെങ്കിൽ ഒരു ടീ ഒക്കെ എടുത്തിട്ട് സൺസെറ്റും സൺറൈസൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ ഒരു രസമാണ്. ഈ കാണുന്ന ഭാഗത്താണ് നമ്മൾ ഷിപ്പിൽ താമസിക്കുന്നത്. മീൻസ് ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ ഒരു പോർഷനാണ് നാവിഗേഷൻ ബ്രിഡ്ജ്, നമ്മൾ ഷിപ്പ് ഓടിക്കുന്ന സ്ഥലം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴേക്ക് കാണുന്ന ഓരോരോ ക്യാബിൻസാണ്, നമ്മൾ ഓരോരുടെ റൂംസും ബാക്കി സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കണ്ടോ? आ जाएगा तभी? हाँ 1 बजे ना, ठीक है हम लोग भी जा रहा हूँ. जाएगा बॉसन भी आएगा. बॉसन पूछ रहा था आप आ रहे का नहीं कर. ठीक है. क्या हाल है भाई? साइन अप और रेलियर भी उठा सकते हैं यार. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. ഇന്ന് ചിക്കുക്ക് ഇഡ്ഡലിയാണ് ഉണ്ടാക്കി. ഇഡ്ഡലി, സാമ്പാർ, ചട്നി, പിന്നെ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടി ആട്ടോ. എനിക്കിഷ്ടമാണ്. നമ്മുടെ മറ്റേ ഇഡ്ഡലി ചട്നി ഇല്ല, എന്നാലും ഇത് എനിക്കിഷ്ടമായി ഇങ്ങനെ കഴിക്കാൻ. വേഗം തീരും തോന്നുന്നു. എല്ലാവരും എടുക്കുന്നുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞു, വേഗം വന്നു, കുളിച്ചു. ഇപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞ് ഇന്നും ട്രാപ്പായ ആൾ കുറച്ച് വർക്കുണ്ട്, സോ വരാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും റെഡി ആയതല്ലേ എന്നോർത്ത് ഞാൻ ഇറങ്ങുന്നു. എന്തായാലും പോയിട്ട് വരാം. ഓക്കെ. റെഡി. ഓക്കെ. പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഇറങ്ങി വരുമ്പോൾ ലോഗ് ബുക്കുണ്ട്. ലോഗ് ബുക്കൊക്കെ ഫില്ല് ചെയ്ത് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട്. നമ്മൾ പുറത്ത് പോകുന്നതും ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പുറത്ത് പോകുന്നത്. അതിന് ശേഷം തിരിച്ച് വന്നിട്ട് പിന്നെയും തിരിച്ച് ഡ്യൂട്ടിക്ക് കയറുകയും വേണം. ഓ മൈ ഗോഡ്. स्लिप हो गया तो सीधा नीचे पहुंच जाएगा. बहुत हाइट है यार. अरे ഇവിടെ ഈ പോർട്ടിൽ പുറത്തിറങ്ങുമ്പോൾ 3-4 അടുത്തായിട്ട് നമുക്ക് സെക്യൂരിറ്റി പാസും കാര്യങ്ങളും എല്ലാം കാണിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുക. ഇവിടെ ഇക്വഡോറിൽ പുറത്തിറങ്ങുമ്പോൾ ഈവനിങ് ടൈമിൽ ആഫ്റ്റർ 6 o'clock ഒക്കെ നമുക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞ് ശ്രദ്ധിക്കണം. ഇവിടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആ ടൈമിലെന്ന് പറയാറ്. കാരണം വെച്ചാൽ അത്ര സേഫ് അല്ല. ഡേ ടൈമിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല.
പിന്നെ കുറേ പേരുടെ ഡൗട്ടാണ് ഇവിടെ നമുക്ക് ഓരോരോ കൺട്രീസ് ചെല്ലുമ്പോൾ നമുക്കവിടെ ഇറങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ പുറത്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. നമുക്ക് പുറത്ത് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇവിടെ ഏത് പോർട്ടിൽ ഏത് രാജ്യത്ത് പോർട്ടിൽ വന്നു കഴിഞ്ഞാലും വന്നതിന് ശേഷം എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിന് ശേഷം നമുക്ക് പുറത്ത് പോകാവുന്നതാണ്. നമുക്ക് പോകുമ്പോൾ നമുക്കൊരു ഷോർ പാസ് തരും, അത് മതിയാവും. പിന്നെ ചില കൺട്രീസിൽ പോകുമ്പോൾ പാസ്പോർട്ട് ക്യാരി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. പുറത്ത് പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. വളരെ അപൂർവമായിട്ട് ചില കൺട്രീസ് മാത്രമാണ് നമുക്ക് ഇപ്പം പുറത്ത് പോകാൻ പറ്റാതെ ഇരിക്കുന്നത്. ലൈക്ക് മൊറോക്കോ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻസിനൊന്നും ചിലപ്പം പുറത്ത് പോകാൻ പറ്റാറില്ല. അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ഇൻ കേസ് എന്തെങ്കിലും സേഫ് അല്ലാത്ത സ്ഥലങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പോകാൻ പറ്റാത്തുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ അധികം നേരമൊന്നും എടുത്തില്ല, വേഗം തന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഒരു പുറത്ത് പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ തിരിച്ച് ഷിപ്പിലേക്ക് തന്നെ. ഇവിടെ മെയിനായിട്ട് 6 on 6 off ആയിട്ട് ഡ്യൂട്ടി ടൈം പോകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ഓഫ് ടൈം കിട്ടുമ്പോൾ വേണം നമുക്ക് ഉറങ്ങാനും അതുപോലെ പുറത്ത് പോകാനും ഒക്കെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഡ്യൂട്ടിക്ക് കയറിയേ പറ്റും. അപ്പോൾ അതുകൊണ്ട് തിരിച്ചിതാ വേഗം തന്നെ തിരിച്ചെത്തി ഷിപ്പിലേക്ക് വന്ന് കയറിയത് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറി. ഇതൊരു വൺ ടാസ്ക്കാണ് മെയിലിലേക്ക് കയറുന്നതും താഴേക്ക് ഇറങ്ങുന്നതും. ഇവിടെ ജെട്ടി ഭയങ്കര കുറവായതുകൊണ്ട് ഷിപ്പിലേക്ക് ഇറങ്ങാനും കയറാനും ഭയങ്കര പാടാണ്. ഷിപ്പിൻ്റെ ഗാങ് വേ അല്ല യൂസ് ചെയ്യുന്നത്. ഗാങ് എന്ന് പറഞ്ഞാൽ ഷിപ്പിൻ്റെ ലാഡർ. ഇത് ഷോർ ലാഡറാണ് നമുക്ക് തന്നേക്കുന്നത്. കണ്ടോ? ഹലോ. അങ്ങനെ ഒരു ചെറിയ ഡേ മൈ ലൈഫായിരുന്നു ഇന്നത്തെ. ആസ് യൂഷ്വൽ ഷിപ്പിൽ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. ഡ്യൂട്ടിക്ക് പോവുക, എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പുറത്ത് പോവുക, ഇവിടെ തിരിഞ്ഞ് കറങ്ങി നടക്കുക, ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പം ഞങ്ങൾ ജസ്റ്റ് പുറത്തൊക്കെ പോയിട്ട് ജസ്റ്റ് തിരിച്ച് വന്ന് കയറി. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് കയറാറായി. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഐ തിങ്ക് 2 ബോയ്സ് വന്നേക്കുന്നത് ഇവിടെ ചില്ലി, ഇവിടെ തൊട്ടടുത്തുള്ള ചില്ലി അല്ലെങ്കിൽ കൊളംബിയ, അവിടുന്ന് ചൈന അവിടേക്കാണ് പോകുന്നതെന്ന് ആണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു കൺഫേം ആയിട്ടില്ല. പക്ഷേ അതാണെങ്കിൽ ചില്ലിയിലെ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതിനു മുന്നേ ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഓരോരോ കാര്യങ്ങളിട്ട് എന്താ പറയുക, ക്യാബിൻ ടൂറ്, അതുപോലെ ഷിപ്പ് ടൂറ് എല്ലാം. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നല്ല തിരക്കിലാണ് എല്ലാവരും, ഇവിടെ ഷിപ്പിലുള്ള എല്ലാവരും. കാരണം ടേക്ക് ഓവർ ചെയ്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം എല്ലാവരും നല്ല തിരക്കിലാണ്. ഒപ്പം ഞാനും നല്ല തിരക്കിലാണ്. സോ ഡ്യൂട്ടി ഉണ്ട് അതിൻ്റെ ഒപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സോ പതിയെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ശരിക്കും ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.